ജീവിതത്തിൻ്റെ ഉപ്പ്. ആരാ? ഉപ്പൊറ്റെന്നാണ് ആളുകൾ വിളിക്കുന്നത്. ആളോട് പറയുന്ന പേരാളുള്ളൂ, സ്വന്തമായി പേരില്ല. പേരോ? എന്തിനാണ് പേര്? തിരിച്ചറിയാൻ വേണ്ടി ഒരു മാർഗം, അത്രയല്ലേ ഉള്ളൂ. എൻ്റെ പേര് അഗ്നിഹോത്രി. അതിനൊരു ചർച്ചയില്ല. ചേർച്ചയുണ്ട്, പേരിനല്ല, അങ്ങയുടെ സ്വഭാവത്തിൻ്റെതിന്, സത്പ്രവൃത്തിയുടേതിന്. വീടെവിടെയാ? അങ്ങ് ദൂരെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ മാത്രം. ഒറ്റ തടിയല്ലേ? ഒരർത്ഥത്തിൽ എല്ലാ തടിയും ഒറ്റയ്ക്കല്ലേ. ഉപ്പുകൊറ്റൻ നാരായണത്തിനറിയോ? പാക്കാനാരെ അറിയോ? അറിയാം, ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചതാ. അങ്ങയുടെ ശബ്ദം നാരായണത്തിൻ്റേത് തന്നെയും മുഖച്ഛായ പാക്കനാരുടെയും. മാനിക്കേണ്ടവനെ കണ്ടാൽ ആചാരം പറയാത്ത ഇവനാരി വഴിമാറ. ഈ നടയിൽ 5 ആൾക്ക് കയറി പോകാനുള്ള സ്ഥലമുണ്ട്, എന്നിട്ട് ഞാൻ എന്തിനു വഴി മാറണം? എല്ലാവരും മനുഷ്യരല്ലേ, ഒരേ ചോരയല്ലേ. ഉപ്പുകൊറ്റന് ചാക്കെടുത്ത് കൊടുക്കൂ. എന്താ കൊണ്ടുവന്നു ഉപ്പുകൊറ്റ? വായുണ്ടോ? ഉണ്ട്. വായ കീറിയ ദൈവം അതിനെ ഭക്ഷണം നൽകും. എവിടെ നിന്നൊരു ശബ്ദം കേൾക്കുന്നേ? ഒരു കുഞ്ഞിന്റെ ശബ്ദമാണെന്ന് തോന്നുന്നു. ശരിയാ, ചോരക്കുഞ്ഞി. ഇതാരുടെ കുഞ്ഞാ? എന്തൊരു തേജസ്സാണ് ഇതിന്റെ മുഖം കാണാന്. ഏതോ വലിയ കുലത്തിൽപ്പെട്ട കുട്ടിയാണെന്ന് തോന്നുന്നു. ആരോ ഉപേക്ഷിച്ചിട്ട് പോയതാണെന്ന് തോന്നുന്നു. അതോ ഏതെങ്കിലും അമ്മയുടെയും അച്ഛൻ്റെയും കയ്യിൽ നിന്ന് തട്ടിയെടുത്ത് കൊണ്ടുവന്നതാണോ? എന്തായാലും നമുക്ക് ഈ കൊച്ചിനെടുത്ത് വളർത്താം. ഉപ്പുകൊറ്റ, ഉപ്പുകൊറ്റ, എഴുന്നേൽക്കൂ ഉപ്പുകൊറ്റ, ഞങ്ങൾ ക്ഷീണിച്ചു. കഴിക്കാൻ പലഹാരം വല്ലതുമുണ്ടോ? അയ്യോ, ഈ സഞ്ചിയിൽ ഒന്നും ഇല്ലല്ലോ. ഞാനൊരു വിദ്യ കാണിച്ചു തരാം.
ഇതെങ്ങനെ സാധിച്ചു? ഇതാണ് കൈയടക്കം, മനസ്സിന്റെ അടക്കം. പരിശീലിച്ചാൽ നിങ്ങൾക്കും സാധിക്കും. നേരം സന്ധ്യ ആവാറായി, കുട്ടികൾ പോയിക്കോളൂ.